അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ തടാകത്തിൽ കാണാതായ മലയാളി യുവാവിനായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മലപ്പുറം സ്വദേശി മാധവ് മധുവിനായാണ് തിരച്ചിൽ. ഒപ്പം ഉണ്ടായിരുന്ന കൊല്ലം സ്വദേശി ദിനുവിന്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. സേരാ തടാകത്തിൽ അകപ്പെട്ടാണ് ഇന്നലെ അപകടമുണ്ടായത്. മലപ്പുറം സ്വദേശികളും കൊല്ലം സ്വദേശികളും അടങ്ങിയ 7 അംഗ സംഘം കഴിഞ്ഞ ദിവസമാണ് അരുണാചൽ പ്രദേശിലെ വിനോദസഞ്ചാര കേന്ദ്രമായ തവാങ്ങിലേക്ക് എത്തുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവർ ഈ സേല നദീതടത്തിലേക്ക് എത്തുന്നു. അതൊരു ഹിമ തടാകമാണ്. അതായത് നദിക്ക് ഈ തടാകത്തിന് മുകളിലായിട്ടൊരു ഐസിൻ്റെ പ്രതലമുണ്ട്. ഈ 7 അംഗ സംഘത്തിൽ ഒരാൾ ഈ ഐസിലേക്ക് കയറിയ ഉടനെ തന്നെ അത് തകർന്ന് അയാൾ താഴേക്ക് പോയി. അങ്ങനെ അപകടത്തിൽ അകപ്പെടുകയാണ് ചെയ്തത്. ഈ അപകടത്തിൽ അകപ്പെട്ട ആളെ മറ്റ് 2 പേരും, അതായത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ദിനുവും മലപ്പുറം സ്വദേശിയായിട്ടുള്ള മാധവും ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അവരും ഈ തടാകത്തിലേക്ക് ഇറങ്ങി. അവരും അകപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ആദ്യം അപകടത്തിൽ അകപ്പെട്ട ആളെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിച്ചെങ്കിലും മറ്റു 2 പേരെ സംബന്ധിച്ചും തിരച്ചിലിൽ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. പിന്നീട് സശസ്ത്ര സീമാഭില്ലും അതുപോലെ SDRF-ഉം പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിൽ ദൗത്യത്തിനൊടുവിൽ ഇന്നലെ വൈകിട്ടൂടെയാണ് കൊല്ലം സ്വദേശിയുടെ മൃതദേഹം, ദിനുവിൻ്റെ മൃതദേഹം ലഭിച്ചത്. പിന്നീട് ഇരുട്ടായി, വലിയ തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കാലാവസ്ഥയും പ്രതികൂലമായി മറ്റ് പ്രശ്നങ്ങളെല്ലാം കാരണം ഇന്നലെ രാത്രിയോടെയാണ് ഈ തിരച്ചിൽ നിർത്തിവെച്ചത്. പിന്നീട് ഇന്ന് രാവിലെ 8 മണിക്ക് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. എന്തായാലും ആ തിരച്ചിൽ ഇപ്പോഴും ആ ദൗത്യം പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള മലപ്പുറം സ്വദേശിയായിട്ടുള്ള മാധവന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദിനുവിൻ്റെ മൃതശരീരം സമീപത്തെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അരുണാചൽ പ്രദേശ് സർക്കാരിൻ്റെയും ഈ തദ്ദേശ ഭരണകൂടത്തിൻ്റെയും എല്ലാം ഭാഗമായി അവരുടെ സഹായത്തോടു കൂടി നടക്കും എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഐസിൻ്റെ ഒരു പ്രതലമുണ്ട്, ഹിമ തടാകമാണ്, അപകടത്തിന് വലിയ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ആ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഈ സംഘം തടാകത്തിലേക്ക് കയറിയതാണ് ഇത്തരത്തിൽ അപകടമുണ്ടായാൻ കാരണമായതെന്നുള്ള ഒരു വിശദീകരണമാണ് അരുണാചൽ പ്രദേശ് സർക്കാരും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടം എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.